നമസ്കാരം. ഇറാനിൽ നിന്നുള്ള ചിത്രങ്ങളിലൊന്നാണ്. അവരുടെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനേയെ ഫെബ്രുവരി 28-നാണ് ഇസ്രായേലും US-ഉം കൂടി കൊന്നത്. അതിനുശേഷം അസാധാരണമായ യുദ്ധ സാഹചര്യത്തിലേക്ക് ലോകമെത്തി. ഇറാൻ അതിവിദഗ്ധമായി പ്രതിരോധിച്ചു നിന്നു. വേണ്ടിടങ്ങളിൽ ആക്രമിച്ചു, തിരിച്ചാക്രമിച്ചു. ഒടുവിൽ സമാധാന കരാറിൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. താൽക്കാലിക വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ഇറാൻ മറ്റൊരു നയതന്ത്ര നീക്കം നടത്തുകയാണ്. ഇതുവരെ അയത്തുള്ള അലി ഖമനേയിയുടെ മൃതദേഹം സംസ്കരിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് ജൂലൈ 4 മുതൽ 9 വരെ വിപുലമായി നടക്കും എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇറാൻ മാധ്യമങ്ങൾ ഈ സംബന്ധിച്ച ഒരുക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കൂടി പുറത്തുവിടുന്നുണ്ട് എന്നുള്ളതാണ് വാർത്താ ഏജൻസികൾ പറയുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ സംസ്കാര ചടങ്ങിലേക്ക് അയത്തുള്ള അലി ഖമനേയിക്കുള്ള അവസാന യാത്ര ആദരവിൽ നൽകുന്നതിന് വേണ്ടി ക്ഷണിച്ചു എന്നുള്ള റിപ്പോർട്ട് ന്യൂഡൽഹിയിൽ നിന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയെ വലിയ സൗഹൃദ രാഷ്ട്രങ്ങളിൽ ഒന്നായി കരുതിയിരുന്ന ഒരു രാജ്യമാണ്. പക്ഷേ യുദ്ധം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ ഇന്ത്യ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൗഹൃദ സമീപനത്തിൻ്റെ തുടർച്ചയായിട്ട് പരസ്യമായി ആ മരണത്തെ അപലപിക്കാൻ തയ്യാറായിരുന്നില്ല. അത് സംബന്ധിച്ച രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയിലുണ്ടാകും. അതിലേക്കൊക്കെ നമുക്ക് വരാം. ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ മാത്രമല്ല, ഈ ലോകത്തിൻ്റെ ഗതി നിർണ്ണയിക്കാവുന്ന ഭാവിയിലേക്കുള്ള പ്രധാന ദിശാസൂചികയായി ഈ സംസ്കാര ചടങ്ങ് മാറുകയാണ് എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിൻ്റെ വിശദാംശത്തിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു ചെല്ലുന്നത്. സംസ്കാര ചടങ്ങ് ഒരു മതപരമായ ചടങ്ങ് മാത്രമല്ല, 2026 ഇറാൻ യുദ്ധത്തിന് ശേഷമുള്ള പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്ന മഹാസമ്മേളനമായി മാറാനാണ് സാധ്യത എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു. ഇറാൻ്റെ സൈനിക ശേഷി തകർക്കുക, ഭരണ സംവിധാനത്തെ അസ്ഥിരമാക്കുക, ഭരണകൂട മാറ്റത്തിന് വഴിയൊരുക്കുക, നമ്മളുടെ ഭരണം അവിടെ ഏർപ്പാടാക്കുക, ആണവ പരിപാടി പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നിവയായിരുന്നു. എന്നാൽ മാസങ്ങൾ നീണ്ട സംഘർഷത്തിനൊടുവിൽ സംഭവിച്ചത് എന്താണ്? മറ്റൊന്നാണ്. ഇറാൻ്റെ പ്രതിരോധം, പിന്നാലെ കടന്നാക്രമണം, US-ഉം ഇസ്രായേലും ചരിത്രത്തിൽ ആദ്യമായി വിയർത്തുപോയ യുദ്ധം, പരാജയ സമാനമായ ഒരു സമവായത്തിലേക്ക് എത്തിയ യുദ്ധം. ഇറാഖിലും ലിബിയയിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക നടത്തിയ യുദ്ധങ്ങളുടെ അവസാനം കണ്ടത് തകർന്ന രാഷ്ട്രങ്ങളെയാണ്. ഇസ്രായേലിൻ്റെ യുദ്ധങ്ങളും സമാനമായിരുന്നു. പലസ്തീനും അതിൻ്റെ ഭാഗമായ ഗാസയും പിന്നീട് ലിബിയ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളുമെല്ലാം എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇറാൻ അതേ വഴിയിലൂടെയല്ല സഞ്ചരിച്ചത്. കനത്ത ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഭരണ സംവിധാനം നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോയി. സൈനിക കമാൻഡ് ശൃംഖല പുനഃസംഘടിപ്പിക്കപ്പെട്ടു. പുതിയ നേതൃത്വം രൂപപ്പെട്ടു. ഏറ്റവും പ്രധാനമായി രാഷ്ട്രം ഇനിയൊരു യുദ്ധത്തിൽ വരെ പ്രതിരോധിച്ചു നിൽക്കാൻ പറ്റും വിധത്തിൽ കരുത്താർജിച്ചു. ആയുധശേഷിയടക്കം തിരിച്ചുപിടിച്ചു. എന്താണ് അതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം? രാജ്യം ഐക്യത്തോടെ ഈ യുദ്ധത്തിൽ നിലകൊണ്ടത് എങ്ങനെയാണ്? ആഭ്യന്തരമായി ഇറാൻ നേരിട്ടുന്ന കലഹങ്ങൾ, പ്രതിഷേധങ്ങൾ, ഭരണകൂട വിരുദ്ധ സമരങ്ങൾ എല്ലാം തൽക്കാലത്തേക്ക് അടങ്ങിയത് എങ്ങനെയാണ്? ഇറാനെതിരായ US ഇസ്രായേൽ നീക്കത്തിൽ രാജ്യ നേതൃത്വത്തിൻ്റെ പിന്നിൽ പ്രതിരോധ കോട്ടയായി ആ ജനത നിലകൊണ്ടത് എങ്ങനെയാണ്? അതിനൊരൊറ്റ കാരണമാണ് ഇറാൻ്റെ പ്രതീകമായി കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമനേയിയുടെ ഓർമ്മ. കൊല്ലപ്പെട്ടിട്ടും സംസ്കരിക്കാതെ സൂക്ഷിച്ചു വെച്ച ഖമനേയിയുടെ മൃതദേഹം ഒരു രാജ്യത്തിൻ്റെ ഒരുമയുടെ പ്രതീകമായി, പ്രതികാരാഗ്നിയായി അവിടെ നിലകൊണ്ടു. ഇപ്പോൾ രാജ്യം വിജയസമാനമായ പ്രതിരോധത്തിനൊടുവിൽ സമാധാന കരാറിലേക്ക് എത്തുമ്പോൾ ആ ഓർമ്മയിലൂടെ ലോകത്തിനു മുന്നിൽ ഇറാൻ സ്വന്തം ആത്മാഭിമാനം ഉയർത്തി ഒരു രാഷ്ട്രീയ സന്ദേശം നൽകാനാണ് ശ്രമിക്കുന്നത്. അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാരം ജൂലൈ ആദ്യവാരം ജന്മനാടായ മഷാദിൽ തീരുമാനിക്കപ്പെടുമ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ക്ഷണിക്കപ്പെടുകയാണ്. ഇറാൻ്റെ ഔദ്യോഗിക നിലപാട് വളരെ വ്യക്തമാണ്. നമ്മുടെ നേതാവിനെ അവർ കൊന്നു, എന്നാൽ നമ്മുടെ രാജ്യം തകർക്കാൻ അവർക്കായില്ല. നമ്മളിതാ അഭിമാനത്തോടെ നമ്മുടെ നേതാവിന് യാത്രയപ്പ് നൽകുന്നു, തുടർന്നും തലയുയർത്തി തന്നെ നിൽക്കും എന്നതാണ്. സംസ്കാര ചടങ്ങ് ഈ സന്ദേശത്തിൻ്റെ ദൃശ്യരൂപമായിരിക്കും എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ടെഹ്റാനിൽ നിന്ന് ഖോം വഴിയും ഒടുവിൽ മഷ്ഹദിലേക്കും നീളുന്ന ചടങ്ങുകൾ മതപരമായ യാത്ര മാത്രമല്ല, യുദ്ധാനന്തര ഇറാൻ്റെ ശക്തി പ്രകടനം കൂടിയായി മാറും എന്നാണ് റിപ്പോർട്ടുകൾ. ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങുന്ന ചിത്രങ്ങൾ ലോകം കണ്ടാൽ അത് ഇറാൻ്റെ ആഭ്യന്തര ഐക്യത്തിൻ്റെ പ്രദർശനം കൂടിയാകും. ഇറാനിൽ രാഷ്ട്രീയ ഭിന്നതകൾ ഇല്ല എന്ന് ഒരിടത്തും പറയാൻ കഴിയില്ല. സാമ്പത്തിക പ്രതിസന്ധി, ഭരണകൂടത്തിനെതിരായ വിമർശനങ്ങൾ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വിദേശാക്രമണത്തിൻ്റെ സാഹചര്യത്തിൽ ദേശീയതയുടെ വികാരം ശക്തിപ്പെടുന്നത് ചരിത്രത്തിൽ പലതവണ കണ്ടിരുന്നു. ഖമനേയിയുടെ മരണത്തിന് ശേഷം നടന്ന അനുസ്മരണങ്ങളിൽ ജനപങ്കാളിത്തം രേഖപ്പെടുത്തി മുന്നോട്ടു പോയതും ഇത്തരമൊരു സാഹചര്യത്തെ ഓർമ്മിപ്പിച്ചു. ഷിയ മതവിശ്വാസത്തിൻ്റെയും ദേശീയ അഭിമാനത്തിൻ്റെയും സംയോജനമാണ് ഭരണകൂടം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനിയും പ്രതിഷേധങ്ങളും എതിർപ്പുകളും ആഭ്യന്തരമായി ഉയരും. അതിനെല്ലാം മറികടക്കാനും പുനർനിർമ്മാണത്തിന് സമയമെടുക്കാനും അതിജീവിക്കാനുമുള്ള ധൈര്യം പകരാൻ ഈ ചടങ്ങ്
ചടങ്ങിലൂടെ കഴിയും. ലോക നേതാക്കളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇറാൻ നയതന്ത്ര സന്ദേശം വ്യക്തമാക്കുകയാണ് എന്താണ് ഭാവിയിൽ തങ്ങളുടെ നിലപാട് എന്ന്. യുദ്ധാനന്തരം ലോകത്തിൽ ആരൊക്കെ ഇറാന്റെ സൗഹൃദ വലയത്തിലുണ്ട് എന്ന് വ്യക്തമാക്കാനുള്ള നീക്കം കൂടിയാണിത്. ഒളിച്ചും മറഞ്ഞും ഇനിയൊരു കളി വേണ്ട എന്ന സന്ദേശം അവർ മുന്നോട്ട് വെക്കുന്നു. അതിനായി ചടങ്ങിലേക്ക് ലോക നേതാക്കളെ, രാഷ്ട്ര നേതൃത്വങ്ങളെ ഒക്കെ ക്ഷണിച്ചു. പ്രത്യേകിച്ചും ഇറാനുമായി നല്ല ബന്ധത്തിലുള്ള രാഷ്ട്രങ്ങളെല്ലാം. ഖമനേയിയുടെ സംസ്കാര ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടവരുടെ പൂർണ്ണ ഔദ്യോഗിക പട്ടിക ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ വിവിധ നയതന്ത്ര മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ക്ഷണം ലഭിച്ചതായോ പങ്കെടുക്കാൻ സാധ്യതയുള്ളതായോ പറയപ്പെടുന്ന രാജ്യങ്ങളുടെയും നേതാക്കളുടെയും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ഏകദേശം ഇങ്ങനെയാണ്. പശ്ചിമേഷ്യയിലെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ തുർക്കിയിൽ നിന്ന് എർദോഗൻ, ഖത്തറിൽ നിന്ന് തമീം ബിൻ ഹമ്മദ് അൽ താനി, സൗദി അറേബ്യയിൽ നിന്ന് മുഹമ്മദ് ബിൻ സൽമാൻ, ഒപ്പം ഇറാഖിൽ നിന്ന് മുഹമ്മദ് ഷിയ അൽ സുഡാനി, ജോസഫ് ഫൗണ്ട് ലബനിൽ നിന്ന്, സിറിയൻ ഭരണകൂട പ്രതിനിധികൾ ഒരു ഭാഗത്ത്, ഒമാൻ, കുവൈത്ത്, ബഹ്റൈൻ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ. ഇതിൽ അമേരിക്കൻ പക്ഷപാതിത്വമുള്ള രാജ്യങ്ങൾ വരെ ഉണ്ട്. എന്നാൽ ആരൊക്കെ പങ്കെടുക്കുമെന്നത് വ്യക്തമല്ല. ഏഷ്യയിൽ നിന്ന് നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം, ഷഹബാസ് ഷെരീഫ് അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രതിനിധി സംഘം ഒക്കെ ക്ഷണിക്കപ്പെട്ടവരുടെ പട്ടികയിലുണ്ട്. ഒപ്പം ചൈനയിൽ നിന്ന് ഷീ ജിൻപിങ്, അദ്ദേഹം പങ്കെടുത്തില്ലെങ്കിലും പ്രത്യേക പ്രതിനിധി സംഘം പങ്കെടുക്കും. മധ്യേഷ്യൻ രാജ്യങ്ങളായ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നേതാക്കളെ, പ്രതിനിധികളെ ക്ഷണിച്ചിട്ടുണ്ട്. ഇറാന്റെ സഖ്യകക്ഷികൾ എന്ന് പറയാവുന്ന വിധം ചേർന്ന് നിൽക്കുന്ന റഷ്യയിൽ നിന്ന് വ്ളാദിമിർ പുടിൻ പ്രത്യേക പ്രതിനിധി അല്ലെങ്കിൽ ഉയർന്നതല സംഘത്തെ തന്നെ അയക്കും. ഒപ്പം ഉത്തര കൊറിയയിൽ നിന്ന് കിം ജോങ് ഉൻ, വെനസ്വേല, ക്യൂബ, നിക്കരാഗ്യ തുടങ്ങിയ അമേരിക്ക വിരുദ്ധ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളെയും ക്ഷണിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രതിരോധ അച്ചുതണ്ട് എന്ന് വിളിക്കപ്പെടുന്ന ഹിഷ്ബുള്ള, പലസ്തീൻ സംഘടനകൾ, യമൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സംഘടനകൾ, യമനിലെ മറ്റ് സംഘടനാ നേതാക്കൾ എന്നിവരെ പ്രത്യേകമായി ക്ഷണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ ഇന്ത്യക്ക് എന്താണ് പ്രാധാന്യമുള്ള മറ്റ് രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ പങ്കെടുക്കുകയാണെങ്കിൽ അത് വെറും അനുശോചന പ്രാതിനിധ്യം മാത്രമാകില്ല. അമേരിക്ക, ഇസ്രായേൽ, ഗൾഫ് രാഷ്ട്രങ്ങൾ, ഇറാൻ എന്നിവയുമായി ഒരേ സമയം ബന്ധം നിലനിർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യൻ സാന്നിധ്യം ഇറാൻ അന്താരാഷ്ട്ര ഒറ്റപ്പെടലിലല്ല എന്ന രാഷ്ട്രീയ സന്ദേശത്തിൻ്റെ ഭാഗമായി മാറും. രാഷ്ട്രീയമായി ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സാന്നിധ്യങ്ങളിൽ പ്രധാനം റഷ്യ, ചൈന, ഒപ്പം ഇന്ത്യ, പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി, ഖത്തർ എന്നീ രാജ്യങ്ങളുടേതാണ്. നിലവിൽ ഇന്ത്യ, പാകിസ്ഥാൻ, റഷ്യ, ചൈന, മധ്യേഷ്യൻ രാജ്യങ്ങൾ, ഗൾഫ് മേഖലയിലെ ചില രാഷ്ട്രങ്ങൾ, ലബനൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കാൻ സന്നദ്ധരാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാൻ ഔദ്യോഗിക പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റഷ്യയും ചൈനയും യുദ്ധാനന്തര സമാധാന ധാരണയെ പിന്തുണച്ചവരാണ്. അതുകൊണ്ട് ഉയർന്നതല പ്രതിനിധികളെ അയക്കാൻ സാധ്യത കൂടുതലുമാണ്. എന്നാൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഒരു രാജ്യവും പുറത്തുവിട്ടിട്ടില്ല. ഉത്തര കൊറിയയും സമാന സാഹചര്യത്തിലാണ്. ഇറാനുമായി ദീർഘകാല ബന്ധമുള്ള രാജ്യമാണ്. എന്നാൽ പങ്കെടുക്കുന്ന സംഘത്തെക്കുറിച്ച് ഔദ്യോഗിക വിവരം ലഭ്യമായിട്ടില്ല. ഈ 7 രാജ്യങ്ങളിൽ ഏതെങ്കിലും രാഷ്ട്രത്തലവന്മാരോ വിദേശകാര്യ മന്ത്രിമാരോ പങ്കെടുക്കുകയാണെങ്കിൽ ചടങ്ങ് ഒരു സംസ്കാര ചടങ്ങ് എന്നതിലുപരി യുദ്ധാനന്തര ഇറാന്റെ അന്താരാഷ്ട്ര അംഗീകാര സമ്മേളനം എന്ന നിലയിലേക്ക് ഉയരും എന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയാണെങ്കിൽ കാലങ്ങളായി, ദശകങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാനുമായി നല്ല ബന്ധമുള്ള രാജ്യമായിരുന്നു. എന്നാൽ ഫെബ്രുവരി 28 നടന്ന ഖമനേയിയുടെ കൊലപാതകത്തിൽ ആദ്യം തുറന്ന അനുശോചനം രേഖപ്പെടുത്താൻ നമ്മൾ തയ്യാറായിരുന്നില്ല. രാജ്യത്ത് അത് വലിയ എതിർപ്പുയർത്തി. സോണിയാഗാന്ധിയും ഇടതുപക്ഷവും അടക്കം ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രിയുടെ മൗനത്തെ വിമർശന വിധേയമാക്കി. എന്നാൽ പിന്നാലെ ന്യൂഡൽഹിയിലെ ഇറാൻ എംബസി സന്ദർശിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സർക്കാരിന് വേണ്ടി ഇറാന്റെ അനുശോചന രേഖയിൽ ഒപ്പിട്ടു. അതിന് പിന്നാലെ ഹോർമുസ് പ്രതിസന്ധി അടക്കം രൂപപ്പെട്ടതോടെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒന്നിലധികം തവണ ഇറാൻ നേതൃത്വവുമായി ബന്ധപ്പെട്ടു. ഇന്ത്യക്ക് പ്രത്യേക പരിഗണന കപ്പൽ ഗതാഗതത്തിലടക്കം ഇറാൻ തിരിച്ചു നൽകുകയും ചെയ്തു. അതുകൊണ്ട് ക്ഷണം നിരസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നേരത്തെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെ ശവസംസ്കാര ചടങ്ങിൽ 2024 മെയ് 22 ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സംഘം പങ്കെടുത്തിരുന്നു. അമേരിക്കയുമായുള്ള ബന്ധവും പശ്ചിമേഷ്യൻ താൽപ്പര്യങ്ങളും കണക്കിലെടുത്ത് ന്യൂഡൽഹി സൂക്ഷ്മമായ ഭാഷയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത്. ഇനിയും അത് ഏത് മട്ടിലായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഇപ്പോൾ സംസ്കാര ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ച സാഹചര്യത്തിൽ ഇന്ത്യ ഉന്നതതല പ്രതിനിധി സംഘത്തെ അയക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. എന്നാൽ ആരായിരിക്കും പങ്കെടുക്കുക എന്ന കാര്യത്തിൽ പ്രഖ്യാപനം വന്നാലേ പറയാനാവും. യുദ്ധത്തിനിടെ തന്നെ മുജ്തബ ഖമനേയി പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന കാര്യം നമുക്കൊക്കെ അറിയാലോ. അതുകൊണ്ട് സംസ്കാര ചടങ്ങ് മരിച്ച നേതാവിനുള്ള വിടവാങ്ങൽ മാത്രമല്ല, പുതിയ നേതൃത്വത്തിന്റെ ഔപചാരിക അവതരണ വേദി കൂടിയായിരിക്കും. മുജ്തബ ഖമനേയി ലോക നേതാക്കൾ സ്വീകരിക്കുന്നതും
വിദേശ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്നതും ഇറാന്റെ പുതിയ അധികാര കേന്ദ്രം ആരാണെന്ന് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്ന നിമിഷമായി മാറും. അമേരിക്കയും ഇസ്രായേലും ഔദ്യോഗികമായി ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. അവർക്ക് ക്ഷണം എങ്ങനെയായിരിക്കുമെന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളും മാധ്യമങ്ങൾ ലഭ്യമാക്കിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടിൽ ഈ ചടങ്ങിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇസ്രായേൽ അത് ഉറ്റുനോക്കുന്നുമുണ്ട് ഏത് മട്ടിലാണ് ഇറാൻ സ്വീകരിക്കപ്പെടുന്നത് എന്നത്. കാരണം യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ലക്ഷ്യമിട്ട നേതാവിൻ്റെ സംസ്കാര ചടങ്ങ്, അവർ കൊന്ന നേതാവിൻ്റെ സംസ്കാര ചടങ്ങ് മാസങ്ങൾക്ക് ശേഷം ലക്ഷക്കണക്കിന് ആളുകളുടെയും വിദേശ രാജ്യപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നടന്നാൽ ഇറാൻ അതിനെ പ്രതിരോധത്തിൻ്റെ വിജയചിഹ്നമായി അവതരിപ്പിക്കും. ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ പങ്കാളിത്തം സ്ഥിരീകരിച്ചു. രാഷ്ട്രത്തലവന്മാർ വന്നില്ലെങ്കിലും പ്രതിനിധി സംഘങ്ങളെ അയച്ചാൽ തന്നെ ഇറാൻ പാതി വിജയിച്ചു. അതുകൊണ്ട് ഈ ചടങ്ങ് ഖമനേയിയുടെ അവസാന യാത്ര മാത്രമായിരിക്കില്ല. അത് യുദ്ധാനന്തര ഇറാൻ്റെ രാഷ്ട്രീയ റാലിയായി മാറും. ഒരു നേതാവിൻ്റെ സംസ്കാരം എന്നതിലുപരി ഒരു രാഷ്ട്രത്തിൻ്റെ പ്രഖ്യാപനമായി മാറും. ഞങ്ങൾ ആക്രമിക്കപ്പെട്ടു, ഞങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടു, പക്ഷേ ഞങ്ങൾ തകർന്നില്ല, ഇതാ ഉയർത്തു നിലനിൽക്കുന്നു എന്ന്. ഇതാണ് ലോകത്തോട് അവർ പറയാൻ ശ്രമിക്കുന്ന സന്ദേശം. അതുകൊണ്ട് ജൂലൈയിലെ ആ ദിവസങ്ങൾ ഒരു സംസ്കാര ചടങ്ങിൻ്റെ പരിപാടികൾ മാത്രമായി ഒതുങ്ങില്ല. യുദ്ധാനന്തര പശ്ചിമേഷ്യയുടെ പുതിയ രാഷ്ട്രീയ ഭൂപടം ലോകം വായിക്കാൻ തുടങ്ങുന്ന ദിവസത്തിൻ്റെ ആരംഭമായിരിക്കും എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.